ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചൂസ് വേൾഡ്. അപ്പോൾ നമ്മൾക്കിതൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. അതിനായി മത്തിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ലേശമൊന്ന് മസാല പിടിക്കാൻ വേണ്ടി പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, പിന്നെ ലേശം ഉലുവ, പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കുക കേട്ടോ. അത് നന്നായി വേണ്ട ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയുള്ളി ഒരു അരക്കപ്പോളം ഉണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒന്ന് നന്നായി വഴട്ടുന്നുണ്ട് കേട്ടോ. ഉപ്പൊന്നും ഇടാതെ തന്നെ കേട്ടോ വഴട്ടുന്നത്, പെട്ടെന്ന് വഴണ്ട് വന്നോളും. അത് ഒന്ന് ഒരു ചെറുതായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 2 ചെറിയ തക്കാളി കൂടെ ഇടുന്നുണ്ട്. തക്കാളി ഈ പരുവാകുമ്പോൾ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയാണ് കേട്ടോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ സൈസിലുള്ള പുളി പിഴിഞ്ഞത് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ. അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് വേണേൽ നമുക്ക് പിന്നെ ഇടാം കേട്ടോ. അത് നന്നായി തിളച്ച് വരുന്ന അപ്പോൾ നമുക്കൊരു അരപ്പും കൂടെ അരച്ചെടുക്കണേ. തേങ്ങ അരച്ചതാട്ടോ ഇത്, വെറും പച്ചത്തേങ്ങ അരച്ചതാണ്. നമ്മുടെ കറിക്ക് പച്ചത്തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളം വെക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം, നമുക്ക് എത്രയാണോ കറി വേണ്ട അതിനനുസരിച്ചുള്ള വെള്ളം. പിന്നെ ഉപ്പ് ലേശം കുറവായിരുന്നു, കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തിരുമ്പി വെച്ച മത്തിമീൻ കൂടെ ആഡ് ചെയ്യണേ. ആഡ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നല്ലോണം തിളപ്പിക്കുക. കറിയൊക്കെ നന്നായി വെന്ത് പച്ചമുളകൊക്കെ പോയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കൂടെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടോ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റ്സ് രേഖപ്പെടുത്താൻ മറക്കല്ലേ. ടാറ്റാ.